Hello guys, welcome back to the video. So, in this video, 35,000 rupees in the 5 best smartphones. So, this price range is a performance, camera quality, video quality smartphones. In this video, so video like channel subscribe പിന്നെ സൈഡിലത്തെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോ. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ V50. സോ നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz 1.5K AMOLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പം കൈ ഷേക്ക് ആയാലും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടുന്ന പരിപാടി. പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 50 മെഗാപിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് Zaiyusൻ്റെ ബ്രാൻഡിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയിൽ 4K വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ആവറേജ് പെർഫോമൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ UFS 2.0 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.2 മാറ്റായിരുന്നു. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+256GB ROM വേരിയൻറ്റ് 36,999 rupees വരുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു പ്രൈസ് ആയിരിക്കില്ല, കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ഫോൺ 3A Proയും നോക്കാവുന്നതാണ്. കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ 6.77 ഇഞ്ചസിൻ്റെ AMOLED ഫ്ലെക്സിബിൾ LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 ആണ്. സോ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഒരു 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 50 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+256GB ROM വേരിയൻറ്റ് 31,400 rupees വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഫാൻസിനുള്ളതാണ്, സാംസങ് ഗാലക്സി S24 FE. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz Full HD Plus ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ Exynosൻ്റെ 2400E ആണ്. സോ ഗെയിമിങ്ങിനൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 10 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം സെൽഫി ക്യാമറയിൽ 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറയിൽ നിന്ന് മാക്സിമം 8K 24 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ആവറേജ് പെർഫോമൻസിലാണ് വരുന്നത്. സോ ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ നമുക്ക് 4700 mAh ബാറ്ററിയാണ് വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല. സോ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 8+128GB ROM വേരിയൻറ്റ് 40,299 rupees വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T3 Ultra. സോ നിങ്ങളൊരു നല്ല കിടിലം പെർഫോമൻസിൽ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 9200 ആണ്. സോ ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയൻറ്റ് 26,999 rupees വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus 12R. സോ നിങ്ങളൊരു കിടിലം പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ കാണാൻ ഇതുപോലത്തെ ഒരു പുളപ്പൻ ഡിസൈനിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ
തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസർ ആണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോയുമാണ് വരുന്നത്. പിന്നെ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100% സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇതിന്റെ 8+ 256GB ROM വേരിയന്റ് 34,969 rupees വരുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് ആയിരിക്കണമെന്നില്ല, കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Neo 9 Pro. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇതിലും ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. 120 Hz അല്ല, 144 Hz. പിന്നെ ഇവിടെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2ഉം പിന്നെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. LPDDR5Xും UFS 4.0 ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 120GB ROM വേരിയന്റ് 31,999 rupees ആണ് വരുന്നത്. പിന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ iQ Neo 10R പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെയും കൂടെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. 144 Hz 1.5K AMOLED ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. സോ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇവിടെയും നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ iQ Neo 9 Proയിൽ 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6400 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിംഗ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയന്റ് 28,998 rupees വരുന്നത്. സോ നിങ്ങൾ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iQ 10R അല്ലെങ്കിൽ iQ Neo 9 Proയും ഒക്കെ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നേരത്തെ പറഞ്ഞ 1+ 12R നോക്കാവുന്നതാണ്. അതിന്റെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം. സോ ഇതൊക്കെയാണ് 35,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.